ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നവംബർ 21 ഇന്ന് ഒരു നല്ല ഓർമ്മ നമ്മൾ കൊണ്ടാടുന്ന ദിവസമാണ്. നമ്മുടെ അമ്മയായ കന്യകാമറിയത്തിന് 3 വയസ്സുള്ളപ്പോൾ ദൈവത്തിന് പൂർണ്ണമായിട്ടും കാഴ്ചവെച്ച ആ ഒരു ഓർമ്മ. പണ്ടൊക്കെ അങ്ങനെയാണ്. അവർ പ്രാർത്ഥിച്ചുണ്ടായ കുട്ടി, ദൈവം ഞങ്ങൾക്കൊരു കുട്ടിയെ തരികയാണെങ്കിൽ ആ കുഞ്ഞിനെ ദൈവത്തിന് തന്നെ സമർപ്പിക്കാം എന്ന് വാഗ്ദാനം കൊടുത്ത്, അതുപോലെ തന്നെ 3 വയസ്സുള്ളപ്പോൾ കൊച്ചു കുഞ്ഞിനെ ദൈവത്തിന് വേണ്ടി കാഴ്ചവെച്ചതിൻ്റെ ഓർമ്മയാണ് ഇന്ന്. അന്ന തൻ്റെ മകളെ ദേവാലയത്തിൽ വളരാനാണ് അനുവദിച്ചത്. 3 വയസ്സുള്ളപ്പോൾ കന്യകാമറിയത്തെ നസ്രത്തിൽ നിന്ന് 128 കിലോമീറ്ററോളം യാത്ര ചെയ്ത് ജെറൂസലേം ദേവാലയത്തിൽ കൊണ്ടുവന്ന് കാഴ്ചവെച്ചു എന്നാണ് പാരമ്പര്യം. വരാനിരിക്കുന്ന രക്ഷകൻ്റെ അമ്മയുടെ ദാസിയായി തന്നെ തിരഞ്ഞെടുക്കണമെന്ന് താൻ പ്രാർത്ഥിച്ചുകൊണ്ടാണിരുന്നതെന്ന് മറിയം തന്നെ വിശുദ്ധ ബ്രിജിറ്റിന് വെളിപ്പെടുത്തിയിട്ടുണ്ടത്രേ. അപ്പോൾ മറിയത്തെ തന്നെയാണ് രക്ഷകൻ്റെ അമ്മയായി തിരഞ്ഞെടുത്തത്. നമുക്കും നമ്മളെ തന്നെ, നമ്മുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും നമുക്ക് ദൈവത്തിന് കാഴ്ചവെക്കാം. അങ്ങനെ കാഴ്ചവെക്കാൻ വേണ്ടി നമ്മെ തന്നെ ആദ്യം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമുക്ക് കാഴ്ച കൊടുക്കാം. അതുപോലെ തന്നെ അമ്മയുടെ ഹൃദയത്തിലേക്ക് നമ്മൾ എന്തൊക്കെ കാഴ്ചവെക്കും, അതെല്ലാം ദൈവത്തിലേക്കെത്തും, ഈശോയിലേക്കെത്തും. അപ്പോൾ ഈ നവംബർ മാസത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ, മരിച്ചുപോയ ആത്മാക്കൾ, ആരോരും പ്രാർത്ഥിക്കാനില്ലാത്തവർ, അവരെല്ലാവരെയും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയത്തിലേക്ക് നമുക്ക് കാഴ്ചവെക്കാം. പ്രിയ കൂട്ടുകാരെ, ശുദ്ധീകരണ സ്ഥലത്തിൽ ആത്മാക്കൾ പ്രലപിച്ചുകൊണ്ടും ആവലാതിപ്പെട്ടുകൊണ്ടുമാണ് ഇരിക്കുന്നതെന്ന് വിശുദ്ധ ചാവറ പിതാവ് പറയുന്നു. നമുക്കറിയാലോ, ജോബിൻ്റെ പുസ്തകത്തിൽ എല്ലാവരാലും കൈവിടപ്പെട്ട് ശരീരം മുഴുവനും വ്രണപ്പെട്ട് കിടക്കയിൽ തന്നെ ആശ്വസിപ്പിക്കുന്നതിന് വന്ന 3 സ്നേഹിതരോട് ഇങ്ങനെയാണല്ലോ പറഞ്ഞ് കരയുന്നത്: സർവേശ്വരൻ്റെ തൃക്കൈ എന്നെ ശിക്ഷിക്കുന്നതിനാൽ എൻ്റെ സ്നേഹിതന്മാരെ, നിങ്ങൾ അല്പമെങ്കിലും എൻ്റെ മേൽ അലിവായിരിക്കണമേ. ഇത് തന്നെയാണ് ശുദ്ധീകരിക്കപ്പെടുന്ന ആത്മാക്കളും നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സർവേശ്വരൻ്റെ തൃക്കൈ ഞങ്ങളെ ശിക്ഷിക്കുന്നതിനാൽ ഞങ്ങളുടെ സ്നേഹിതന്മാരായ നിങ്ങൾ അല്പമെങ്കിലും ഞങ്ങളുടെ മേൽ അലിവായിരിക്കണമെന്ന്. ഇങ്ങനെ അവർ പറയുന്നുണ്ടെന്ന് എപ്പോഴും മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് ചാവറ പിതാവ് പറയുന്നത്. ക്രിസ്ത്യാനികളായ നാം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ ഈ പ്രലാപം കേട്ടിട്ട് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാതിരിക്കുന്നത് മഹാ അപരാധമല്ലേ? അവരിങ്ങനെയും പറയും: ഞങ്ങൾ നിങ്ങളോടൊപ്പമായിരുന്നപ്പോൾ എത്ര സ്നേഹമായിരുന്നു നിങ്ങൾക്ക് ഞങ്ങളോട്, ഇപ്പോഴെന്തേ ഓർക്കാത്തെ? നമ്മുടെ അപ്പനാണ് മരിച്ചു പോയതെങ്കിൽ അപ്പൻ പറയും: മക്കളെ, നിങ്ങളെ വളർത്തി വലുതാക്കി കഷ്ടപ്പെട്ട് ഞങ്ങളുടെ സുഖങ്ങളെല്ലാം മാറ്റിവെച്ച് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ജീവിച്ചവരാണ് കേട്ടോ. ഇപ്പോൾ ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല. എന്തേ നിങ്ങൾ ഞങ്ങളെ മറക്കുന്നത്? 60-70 വർഷം വരെ മക്കൾക്ക് വേണ്ടിയും ഭാര്യയ്ക്ക് വേണ്ടിയും ഒക്കെ ജീവിച്ചിട്ട് മരിച്ച് 2 ദിവസം 3 ദിവസം കഴിയുമ്പോഴേക്കും ലോകത്തുള്ളവർ അവരവരുടെ വ്യാപാരങ്ങളിലേക്ക് ഏർപ്പെടും. കാരണം സമയമില്ല. ഇത് തന്നെയാണ് മക്കളും മാതാപിതാക്കളോടും പറയുക: എത്ര സ്നേഹത്തോടു കൂടിയാണ് ഞങ്ങൾ നിങ്ങളുടെ വാത്സല്യമേറ്റ് വളർന്നത്, ഇപ്പോൾ ഇവിടെ എത്തിയപ്പോൾ എന്തേ ഞങ്ങളെ മറന്നത്? ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്നോർക്കണമേ എന്നാണ് പിതാവ് പറയുന്നത്. ഈ ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി നമ്മൾ സഹായം ചെയ്യുമ്പോൾ അത് നമുക്കും വളരെ പ്രയോജനകരമാണ് എന്നതാണ് വിശുദ്ധ ചാവറ പിതാവ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടെന്നാൽ അവർ കരുണ പ്രാപിക്കുമെന്നല്ലേ കർത്താവ് പറഞ്ഞത്.
അപ്പോൾ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ മേൽ നമ്മൾ കരുണയായിരുന്നാൽ നമ്മൾക്കും ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് കരുണ ലഭിക്കും എന്നത് ഉറപ്പല്ലേ എന്നാണ് പിതാവ് ചോദിക്കുന്നത്. എല്ലാവർക്കും കരുണ ചെയ്യുന്നത് ദൈവത്തിന് വലിയ ഇഷ്ടമാണ്. ശുദ്ധീകരാത്മാക്കളോട് കരുണ കാണിക്കുന്നത് ഈശോയ്ക്കും മാതാവിനും ഒന്നുകൂടെ ഇഷ്ടമുള്ള കാര്യമാണ്. കാരണം എന്താണെന്നോ, അവർ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ആത്മാക്കളാണ്. അതുപോലെ ശുദ്ധീകരാത്മാക്കൾ പലർക്കും വേണ്ടി മാധ്യസ്ഥം വഹിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. വിശുദ്ധ പൊലോനിയ കത്രീന ഇങ്ങനെയാണ് പറഞ്ഞത്: ഞാൻ എന്തെങ്കിലും നിത്യപിതാവിൽ നിന്ന് കൈക്കൊള്ളുവാൻ ആഗ്രഹിക്കുമ്പോൾ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ മാധ്യസ്ഥം ഏറ്റവും അധികം പ്രാർത്ഥിക്കും. അങ്ങനെ എൻ്റെ ആഗ്രഹം എപ്പോഴും നിറവേറുകയും ചെയ്തിട്ടുണ്ട് എന്ന്. അതുപോലെ ദൈവഭക്തനായൊരു പട്ടക്കാരൻ പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും വിദേശ സഹായം ലഭിക്കാനുള്ളപ്പോൾ ഞാൻ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെക്കുറിച്ച് ദിവ്യ പൂജ അർപ്പിക്കുക പതിവാണ്. അവരുടെ മാധ്യസ്ഥം മൂലം ഞാൻ ഒരിക്കൽ പോലും ഭക്തനാശനായിട്ടില്ല. അതുപോലെ ഇന്ത്യ രാജ്യത്തിലും അനേകം ഭക്തിയുള്ള ക്രിസ്ത്യാനികൾ യാത്രയിൽ അപകടം നേരിടാതിരിക്കുന്നതിനും കൃഷി നശിക്കാതിരിക്കുന്നതിനും രോഗം സുഖപ്പെടുന്നതിനും ഇങ്ങനെ ഓരോരോ സംഗതികൾക്കായിട്ട് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെക്കുറിച്ച് ദിവ്യ പൂജ ചൊല്ലിച്ചും ദാനം കൊടുത്തും വരുന്നുണ്ട് എന്ന്. പ്രിയ സഹോദരങ്ങളെ, കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞുവല്ലോ, അപ്പൻ വന്ന് കുർബാന സമർപ്പിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അപ്പൻ്റെ പേരിൽ കുർബാന അർപ്പിച്ചപ്പോൾ മകന് വിടുതൽ കിട്ടുകയാണ്. ഇതുപോലെ ഒരു 100,000 അനുഭവങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ സാധിക്കാനുള്ള ഒരു എളുപ്പമാർഗം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളോട് മാധ്യസ്ഥം ചോദിക്കുന്നതാണ് എന്നാണ് വിശുദ്ധ ചാവറ പിതാവ് പറയുന്നത്. വിശുദ്ധ ചാവറ പിതാവിന് വളരെയേറെ ശുദ്ധീകരണ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെയൊക്കെ എഴുതി വച്ചിട്ടുള്ളത്. ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ അതിൽ നിന്നൊഴുകുന്ന തിരുരക്തം കൊണ്ട് അവർ ആശ്വാസം കൊള്ളുമ്പോൾ അവർ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും. അത് 100% തർക്കമില്ലാത്ത കാര്യമാണ്. അനുഭവങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. എത്രയോ കാര്യങ്ങൾ, എത്രയോ തടസ്സങ്ങൾ അവർക്ക് വേണ്ടി പൂജയർപ്പിക്കുമ്പോൾ മാറിപ്പോകുന്നുണ്ടെന്നോ. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ സഹായം ചെയ്ത് രക്ഷപ്പെടുത്തുമ്പോൾ നമുക്ക് 3 കാര്യങ്ങളാണ് സാധിക്കുന്നത്. 3 കൃപകളാണ് നമുക്ക് ലഭിക്കുക. ഒന്നാമത്തെ കാര്യം, അബദ്ധമാർഗത്തിൽ നിന്നും പാപിയെ മാനസാന്തരപ്പെടുത്തുന്നവൻ തൻ്റെ ആത്മാവിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും അനവധി പാപങ്ങളെ മൂടുകയും ചെയ്യുമെന്ന് റൂഹാദുദാശിയുടെ പ്രേരണയാൽ യാക്കോബ് ശ്ലീഹ അരുളി ചെയ്തിട്ടുണ്ട്. പാപപരിഹാരം മൂലം നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ പരിശുദ്ധരാകുന്നതിന് പാപികളുടെ മാനസാന്തരത്തിനായി പ്രയത്നിക്കുന്നത് ഒരു നല്ല വഴിയാണെന്നാണ് റൂഹാദുദാശി തമ്പുരാൻ പരിശുദ്ധാത്മാവ് പറയുന്നത്. ഇത് തന്നെയാണ് പരിശുദ്ധ അമ്മ ഓരോ പ്രത്യക്ഷപ്പെടലുകളിലും പറയുന്നത്, പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയെന്ന്. അപ്പോൾ പാപികളുടെ മാനസാന്തരം അത്ര പ്രിയപ്പെട്ടതാണ് ഈശോയ്ക്ക്. 99 നീതിമാന്മാരുണ്ടായിട്ട് ഒരു പാപി തിരിച്ചു വരുമ്പോൾ അതിനെക്കുറിച്ചാണല്ലോ കൂടുതൽ സന്തോഷിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈശോയെ സന്തോഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. പ്രിയ സഹോദരങ്ങളെ, ഈ അടുത്ത ദിവസങ്ങളിൽ ഈശോ ശക്തമായ സന്ദേശം തന്നത് ഓരോ പേരുകൾ എഴുതി വയ്ക്കാൻ പറഞ്ഞിട്ട് എല്ലാവരും അഹങ്കാരത്തിലും ചതിയിലും വഞ്ചനയിലും സ്വാർത്ഥതയിലും പരിഹാസത്തിലും അങ്ങനെയുള്ള പാപത്തിൽ അടിമപ്പെട്ട കുറേ വ്യക്തികളെ പേരെഴുതി വെച്ച് പ്രാർത്ഥിക്കാൻ, അവർക്ക് വേണ്ടി മാനസാന്തരം കിട്ടാൻ ഈശോ പറയുകയാണ്. അപ്പോൾ ഞാൻ ഓർക്കുകയാണ്, ഈ പാപികളെക്കുറിച്ച് എന്തൊരു ഉത്കണ്ഠയാണ് കർത്താവിന്, അല്ലേ? അപ്പോൾ ഈ പാപികൾ രക്ഷപ്പെട്ടാലോ എന്ത് സന്തോഷമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്ത് വേദന അനുഭവിക്കുന്ന പാപികളെ രക്ഷപ്പെടുത്തിയാലോ ഈശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായിട്ട് നമ്മൾ മാറും. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ സഹായം ചെയ്യുമ്പോൾ നമ്മുടെ പാപങ്ങൾ അധികമായി പരിഹരിക്കപ്പെടുകയും നമുക്ക് അധിക ഫലപ്രാപ്തി ഉണ്ടാവുകയും ചെയ്യും.
രണ്ടാമത് നമുക്ക് ലഭിക്കുന്ന നന്മ, നല്ല മരണം സകല നന്മകളും നിറഞ്ഞ മോക്ഷത്തിലേക്കുള്ള വാതിലാണല്ലോ. ഈ വാതിലിൽ കൂടി കടക്കുന്നതിന് അനവധി ആളുകൾ പല വിധത്തിലുള്ള സൽകൃത്യങ്ങൾ ചെയ്യുന്നുണ്ട്. എല്ലാം നല്ലത് തന്നെയാണ്. എന്നാൽ ഇവയേക്കാൾ ഏറ്റവും നല്ലൊരു വഴിയാണ് ശുദ്ധീകരണത്തിലെ ആത്മാക്കളോടുള്ള ഭക്തി. നമ്മളൊരു ആത്മാവിനെ നമ്മുടെ സൽകൃത്യങ്ങൾ കൊണ്ട് രക്ഷപ്പെടുത്തുമ്പോൾ നമ്മൾ അവൻ്റെ യഥാർത്ഥ സ്നേഹിതനാണ് എന്നാണ് വേദപുസ്തകം പറയുന്നത്. നമുക്കറിയാം, നിത്യഭാഗ്യത്തിൻ്റെയോ നിത്യശിക്ഷയുടെയോ ആരംഭം മരണമാണ്. അതുകൊണ്ട് ഇതുപോലെ ആപൽക്കരമായ ഒരു ഘട്ടം നമുക്ക് വേറെയില്ല. ഈ സമയത്ത് മോക്ഷത്തിൽ വാഴുന്ന നമ്മുടെ സ്നേഹിതരായ ആത്മാക്കൾ നമ്മെ കൈവിട്ട് കളയുമോ? അപ്പോൾ ഉപകാരികൾക്ക് പ്രത്യുപകാരം ചെയ്യാനുള്ള തക്ക സമയം അവർ സദാ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മൾ സൽകൃത്യങ്ങൾ ചെയ്ത് പൂജകൾ ചെയ്ത് രക്ഷപ്പെടുത്തിയിട്ടുള്ള ശുദ്ധീകരാത്മാക്കൾ അവർ നല്ല സ്ഥലത്ത് എത്തിച്ചേരുമ്പോൾ നമുക്ക് നല്ല മരണം കിട്ടാൻ മരണസമയത്ത്, അതായത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഭയപ്പെടുത്തുന്ന നിമിഷം, ആപത്ത് നിറഞ്ഞ നിമിഷം മരണസമയമാണ്. കാരണം പിശാചും മാലാഖയും തമ്മിലുള്ള പിടിവിലി നടക്കുന്ന സമയമാണ്. നമ്മുടെ ആത്മാവ് എവിടേക്ക് പോകുമെന്ന് നിശ്ചയിക്കപ്പെടുന്ന സമയം. ആ സമയത്ത് നമ്മൾ രക്ഷപ്പെടുത്തിയിട്ടുള്ള ശുദ്ധീകരാത്മാക്കൾ തീർച്ചയായിട്ടും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പോൾ രണ്ടാമത്തെ നന്മ, നമുക്ക് നല്ല മരണം കിട്ടാൻ ഈ ശുദ്ധീകരാത്മാക്കളെ സഹായിച്ചാൽ മതി. മൂന്നാമത്തെ നന്മ, ശുദ്ധീകരണത്തിലെ ആത്മാക്കളോടുള്ള ഭക്തന്മാർക്ക് മോക്ഷത്തിൽ പോകും എന്നുള്ളതിൻ്റെ ഉറപ്പുള്ള ശരണം ഉണ്ടാകാൻ പാടുണ്ട്. അതായത് ശുദ്ധീകരണത്തിലെ ആത്മാക്കളുടെ ഭക്തന്മാർ മോക്ഷത്തിൽ പോകുമെന്ന് കർത്താവ് തന്നെ പറയുന്നുണ്ടല്ലോ. നിങ്ങളെ നിത്യകൂടാരത്തിൽ കൈക്കൊള്ളുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവിൻ എന്ന്. അപ്പോൾ നമ്മെ മോക്ഷത്തിൽ ചേർക്കാൻ നാം മോചിപ്പിച്ച ശുദ്ധീകരണത്തിലെ ആത്മാക്കളെക്കാൾ വലിയ സ്നേഹിതർ നമുക്ക് ആരാണുള്ളത്? അതുകൊണ്ട് നമ്മുടെ ശക്തമായ പ്രാർത്ഥനകളും സഹനങ്ങളും ദാനധർമ്മങ്ങളും പരിശുദ്ധ കുർബാനയും കാഴ്ചവെച്ച് അവിടെ സ്നേഹിതന്മാരെ നേടിയെടുക്കണം. തോബിയാസിൻ്റെ പുസ്തകത്തിൽ അപ്പൻ മകനെ ഉപദേശിക്കും നമ്മൾ കേട്ട് കാണുമല്ലോ. അതായത്, നിൻ്റെ ധനം കൊടുത്ത് ദാനം ചെയ്യുക, പാവപ്പെട്ടവനിൽ നിന്നും മുഖം തിരിക്കരുത്, അപ്പോൾ കർത്താവിൻ്റെ മുഖവും നിന്നിൽ നിന്നും ഒറ്റപ്പെടുകയില്ല. അങ്ങനെയാണ് പറയുന്നത്. കാരണം ദാനമെല്ലാം പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കുമെന്ന്. അപ്പോൾ ശുദ്ധീകരാത്മാക്കൾക്ക് നമ്മൾ ദാനം കൊടുത്താലോ? പാപപരിഹാരം, നല്ല മരണം, രക്ഷപ്പെടുമെന്നുള്ള ശരണം, ഈ 3 വിശേഷവരങ്ങൾ നമുക്ക് ലഭിക്കുവാൻ ശുദ്ധീകരാത്മാക്കളുടെ രക്ഷ ഉദ്ദേശിച്ചുള്ള പ്രവൃത്തികൾ ചെയ്താൽ മതി എന്നാണ് ചാവറ പിതാവ് പറഞ്ഞു വയ്ക്കുക. പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധന്മാർ പറഞ്ഞിട്ടുള്ള അവരുടെ ദർശനത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഈ കാര്യങ്ങൾ നമുക്ക് ഓർക്കാം. നമ്മൾ പ്രാർത്ഥനാ പുസ്തകത്തിൽ കാണും, നമ്മുടെ മരണം വരെയുള്ള എല്ലാ സൽകൃത്യങ്ങളും പ്രാർത്ഥനകളും എല്ലാം ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കുന്നു എന്ന് ഒരു പ്രാർത്ഥനാ പുസ്തകത്തിൻ്റെ അവസാനത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. മരണം വരെ നമ്മൾ മറന്നാലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശുദ്ധീകരാത്മാക്കൾക്ക് പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചു വെച്ചാൽ മതിയാകും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ വഴി ആശ്വാസത്തിലേക്ക് എത്തിയവർ നമുക്ക് ആവശ്യം വരുമ്പോൾ തീർച്ചയായിട്ടും ഇറങ്ങി പ്രവർത്തിക്കും. നമുക്ക് കൂടുതലായിട്ട് ശുദ്ധീകരാത്മാക്കളെ ഓർക്കാം, അവർക്ക് വേണ്ടി കുർബാന അർപ്പിക്കാം, കുർബാനയിൽ ഓർക്കാം. അവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ എല്ലാ പരിഹാര പ്രവൃത്തികളും നമുക്ക് ചെയ്യാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.